ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നവരാത്രി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടോണറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, പിലിഗ്രിമിൻ്റെ ടോണറാണ്. നെക്സ്റ്റ് നമ്മൾ സെറമാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കെമിസ്റ്റഡ് പ്ലേയുടെ സെറമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ നൽകുന്ന വൈറ്റനിങ് ആയിട്ടുള്ളൊരു സെറമാണ്, ബ്രൈറ്റനിങ് സെറാണ് കേട്ടോ. 10% വൈറ്റമിൻ സി ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നല്ല അമേസിങ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോക്സ്റ്റെയിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത പ്യുവർ ബ്ലിസ് നറിഷിംഗ് മോയ്സ്ചറൈസറാണ് കേട്ടോ. നന്നായിട്ട് സൂത്തൻ ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ സ്കിൻ കെയറിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അതായത് സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് നോക്കുകയാണെങ്കിൽ വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ ഒട്ടും തന്നെ ഫേസ് ഓക്സിഡൈസ് ആവുന്നില്ല, നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടുന്നുണ്ട്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഒട്ടും തന്നെ ഗ്രീസിയോ വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഇനി നമ്മൾ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ കൂടെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ പിലിഗ്രിമിൻ്റെ ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസറും കൂടെ മിക്സപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു ഗ്ലോസി, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റോസി ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫേസ് ഓവറോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാക്റ്റ് ഫിനിഷിങ്, ആ ഒരു നല്ല കവറേജ് കിട്ടുകയുള്ളൂ. അതിന് മുന്നേ തന്നെ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ ജസ്റ്റ് ഒന്ന് നനയ്ക്കണം, ഒന്ന് കഴുകി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ മേക്കപ്പിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്. അതിൽ അത്യാവശ്യം ഷിമ്മറിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഐസിൻ്റെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ അഫോർഡബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഷിമ്മറും മാറ്റൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ നവരാത്രി മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ചെറിയൊരു ഷിമ്മർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കണ്ണെഴുതി കൊടുക്കുന്നത് നമ്മുടെ ഹിമാലയയുടെ കാജൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാജൽ നല്ലൊരു ഐ ഡിഫൈനറാണ്, നന്നായിട്ട് സ്മൂത്ത് ആവുന്നുണ്ട്, നമ്മുടെ ഐസിനൊക്കെ നല്ലൊരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ സ്മച്ച് ഫ്രീ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു ഐബ്രോ പെൻസിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഹോണസ്റ്റ്ലി. ഇതിൻ്റെ പ്രൈസ് 145 പക്ഷേ നമുക്കിപ്പോൾ ഓഫറിൽ 145 വേണ്ട, 130 114 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് എക്സാക്റ്റ് പ്രൈസ് മറന്നുപോയി. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ബ്രൗൺ ആണ് കേട്ടോ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പം ബ്രൗൺ ഒക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നന്നായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാനും പറ്റും. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ബാക്കിൽ തന്നെ ഈ ഒരു കോമ്പിങ് ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് കോംബ് ചെയ്ത് കൊടുക്കാനും പറ്റും. നല്ലൊരു ഫിനിഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് നമ്മുടെ ഫേസിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് കോമ്പാക്ട് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോമ്പാക്ട് പൗഡറും ഞാനിവിടെ നമ്മുടെ ലാക്മിയുടെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാച്ചുറൽ പേൾ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ളൊരു കവറേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ടോണായിട്ട് കുറേയധികം നേരം ആ ഒരു ലുക്ക് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു കോമ്പാക്റ്റാണ് കേട്ടോ. അഫോർഡബിൾ ആണ്, 170 റുപ്പീസുള്ളൂ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ലിപ് ലൈനർ വെച്ചിട്ട് നന്നായിട്ട് വരയ്ക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലിപ് മേക്കപ്പ് ചെയ്യുമ്പം നല്ലൊരു ഭംഗി കിട്ടുകയുള്ളൂ. അപ്പോൾ ലിപ് ലൈനർ വെച്ചിട്ട് നന്നായിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. അതിന് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ലിപ്സ്റ്റിക്കായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏത് ലിപ്സ്റ്റിക്കാണെന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ 01 ഭാവന പിങ്ക് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്, അതായത് 01 ഭാവന പിങ്ക്. അപ്പോൾ ഇത് നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായിട്ടൊരു ബ്രൈറ്റനിങ് ഒക്കെ നമ്മുടെ ഫേസിന് തന്നെ കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്തപ്പം. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ലിപ്സ്റ്റിക്കിന് ഭയങ്കര വലിയൊരു റോളുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു ഗ്ലോ ഒക്കെ വേണമല്ലോ, കുറച്ചുകൂടെ ഒരു ലുക്ക് വരാൻ വേണ്ടി നമ്മളിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ബേക്കഡ് ബ്ലഷർ ആൻഡ് ഹൈലൈറ്റർ പാലറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ അതോടൊപ്പം തന്നെ ബ്ലഷും ഉണ്ട്. സോ രണ്ടും ഞാൻ എൻ്റെ ചീക്കിലും അതുപോലെ തന്നെ നോസിലും, അതായത് നമുക്ക് ഹൈലൈറ്റ് ചെയ്തെടുത്ത് നിൽക്കേണ്ട ആ ഒരു പോയിൻറ്റ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സിൻ്റെ ജസ്റ്റ് മുകൾ ഭാഗത്തും, അതായത് അപ്വേർഡൊക്കെ ആയിട്ട്, പിന്നെ നോസിൽ ഈ ഒരു രീതിക്ക് ചെറുതായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി. ഈ ഒരു ഹൈലൈറ്ററും ബ്ലഷും ഇടുമ്പോൾ തന്നെ
നമുക്ക് ആ ഒരു മേക്കപ്പിൽ നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഐബ്രോസിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈനലി ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു ലുക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനിവിടെ വളയൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ ഷോളൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ള അതായത് നമ്മുടെ ഓക്സിഡൈസിങ് ജ്വല്ലറിയുടെ ആ ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറിയാണ്, വലിയൊരു ജുംക്കയാണ്. ഈ ഒരു ജുംക്ക ഈ ഒരു മേക്കപ്പിനും അതുപോലെ തന്നെ ഡ്രസ്സിനും നല്ല മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ആ ഒരു ബാങ്കിൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാങ്കിളാണ് കേട്ടോ. പണ്ട് ഞാൻ ടൂർ പോയപ്പോൾ വാങ്ങിച്ചൊരു ബാങ്കിളാണ്. ഇപ്പോഴും നന്നായിട്ട് അതിൻ്റെ ക്വാളിറ്റി വൈസ് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് വലിയ റേറ്റൊന്നും ആയിട്ടില്ല, പക്ഷേ സംഭവം എന്താണേലും കൊള്ളാം. അങ്ങനെ ഫൈനൽ എൻ്റെ നവരാത്രി മേക്കപ്പ് ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ. ഇന്നത്തെ ഈ ഒരു നവരാത്രി ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ.